എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹിന്ദിയിലെ ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിലെയും കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ട്രാൻസ്ലേഷൻ എന്ന അല്ലെങ്കിൽ അനുവാദ് എന്നൊരു ക്വസ്റ്റ്യൻ മോഡലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അനുവാദ്, ട്രാൻസ്ലേഷൻ, മലയാളത്തിൽ തർജ്ജമ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മോഡൽ ഫസ്റ്റ് ഇയറിനും ചോദിക്കാറുണ്ട്, സെക്കൻഡ് ഇയറിനും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഇയറിന് സാധാരണ കോൺവെർസേഷൻ തന്നിട്ട്, ഇംഗ്ലീഷിലെ കോൺവെർസേഷൻ തന്നിട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അനുവാദം ചെയ്യുക എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ഇയറിന് ചോദിക്കുന്നത് ഇംഗ്ലീഷ് പാരഗ്രാഫ് തരും, അതിനെ ഹിന്ദി ആക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കുട്ടികൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ. 6 മാർക്കിനാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ക്വസ്റ്റ്യൻ മോഡലിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇയറിന് കോൺവെർസേഷൻ ചോദിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ രണ്ടും ചോദിക്കുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് ഇയറിനും ഇപ്പോഴത്തെ മോഡൽ എക്സാം കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് സാധാരണ ഇംഗ്ലീഷ് പാരഗ്രാഫ് വന്നിട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 ടൈപ്പ് രീതിയിലും 2 ടൈപ്പിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് കോൺവെർസേഷൻ തന്നിട്ട് ഹിന്ദിയിലാക്കാനുമുണ്ട്, ഇംഗ്ലീഷ് പാരഗ്രാഫ് തന്നിട്ട് അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുമുണ്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാം, അത് നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷേ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മോഡൽ ആയതുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നതാണ് ഉചിതം. നേരത്തെ ഇത് 6 മാർക്കിന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നുവെങ്കിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ക്വസ്റ്റ്യൻ മോഡൽ മാറിയതിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ 8 മാർക്കിനാണ് ചോദിക്കുന്നത്. 3 സെൻറ്റൻസ് ആയാലും 4 സെൻറ്റൻസ് ആയാലും 5 സെൻറ്റൻസ് ആയാലും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് വരുന്നത്. വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മോഡലാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ, വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്നത് അനുവാദാണ്. ഈ ഒരു ക്ലാസ് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും സ്റ്റുഡൻസിന് ഒരുപോലെ പ്രയോജനകരമാകുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് 2 കൂട്ടരും ഇത് കാണാൻ ശ്രമിക്കുക. ഇത് കാണാൻ പഠിക്കുന്ന ഒരു രീതിയല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്കതിലേക്ക് വരാം. അനുവാദ്, ട്രാൻസ്ലേഷൻ എന്ന് ഇംഗ്ലീഷിലും തർജ്ജമ എന്ന് മലയാളത്തിലും പറയും. क्या है अनुवाद? अब देखिए, अनुवाद एक भाषा की सामग्री को दूसरी भाषा में बदलने की प्रक्रिया को अनुवाद कहते हैं. ഒരു ഭാഷയിലെ സാമഗ്രിയെ, അതായത് ഒരു ഭാഷയിലെ കണ്ടന്റിനെ ദൂസരി ഭാഷാമേ, മറ്റൊരു ഭാഷയിലേക്ക് ബദൽനേക്ക്, മാറ്റുന്ന പ്രക്രിയയാണ് അനുവാദ് കഹത്തെ ഹെ, അനുവാദ് എന്ന് പറയുന്നത്. ഒരു ഭാഷയിലുള്ള കണ്ടന്റിനെ മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുക, മാറ്റുക, ആ പ്രക്രിയയെ പറയുന്ന പേരാണ് അനുവാദ്. ജിസ് ഭാഷാ സെ അനുവാദ് കിയാ ജാതാ ഹെ ഉസേ സ്രോത ഭാഷ കഹത്തെ ഹെ. ഏത് ഭാഷയിൽ നിന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് സ്രോത ഭാഷ. അതായത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ 2 ഭാഷകൾ വേണം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഭാഷയിൽ നിന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഭാഷ വേണം. നമുക്ക് എങ്ങോട്ടാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഭാഷ വേണം. അതായത് നമുക്കൊരു കണ്ടന്റ് ഉള്ള ഭാഷയും വേണം, അത് എങ്ങോട്ടേക്കാണോ വേണ്ടത് അതും വേണം. ഇവിടെ ജിസ് ഭാഷാസെ അനുവാദ് കിയാ ജാത്ത ഹെ, ഏത് ഭാഷയിൽ നിന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിനെ സ്രോത ഭാഷ. മലയാളത്തിലൊന്ന് ഓർത്തിരുന്നാൽ മതി, സ്രോതസ്. നമ്മുടെ സ്രോതസ് ഇന്നതാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലെ ഒരു പാരഗ്രാഫ് ആണെങ്കിൽ അതാണ് നമ്മുടെ സ്രോതസ്. അപ്പോൾ അവിടുത്തെ സ്രോത ഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ജിസ് ഭാഷ മെയിം അനുവാദ് കിയാ ജാത്താ ഹെ ഉസേ ലക്ഷ്യ ഭാഷ കഹത്തെ ഹെ. ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിനെ ലക്ഷ്യഭാഷ എന്ന് പറയുന്നു. അതായത് നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടാണ്? ഹിന്ദിയിലേക്കാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഹിന്ദിയാണ്. അപ്പോൾ ആ ലക്ഷ്യഭാഷയാണ് ഹിന്ദി. നമ്മളുടെ സ്രോതസ് ഇംഗ്ലീഷ് പാരഗ്രാഫാണ്, സോ ഇംഗ്ലീഷ് ഭാഷയാണ് സ്രോത ഭാഷ. നമ്മുടെ ലക്ഷ്യം ഹിന്ദിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്, അതുകൊണ്ട് ലക്ഷ്യഭാഷയാണ് ഹിന്ദി. മനസ്സിലായല്ലോ? ലക്ഷ്യ ഭാഷ കി ശൈലി മേം അനുവാദ് കർണ ഹി ഉചിത് ഹേ. ലക്ഷ്യ ഭാഷയുടെ ശൈലിയിൽ
ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഉചിതം. അതായത് നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇംഗ്ലീഷിൽ നിന്നും ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹിന്ദി ഭാഷയുടെ ശൈലി എങ്ങനെയാണോ ആ ശൈലിയിലായിരിക്കണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അല്ല സ്രോത ഭാഷയുടെ ശൈലി ആയിരിക്കരുത്. അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലക്ഷ്യഭാഷയുടെ ശൈലിയിലേക്ക് മാറ്റുക, അങ്ങനെ എഴുതുക. അപ്പോൾ ഇതൊക്കെയാണ് അനുവാദവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. അപ്പോൾ एक भाषा की सामग्री को दूसरी भाषा में बदलने की प्रक्रिया है अनुवाद, और जिस भाषा से अनुवाद किया जाता है उसे स्रोत भाषा कहते हैं, और जिस भाषा में अनुवाद किया जाता है उसे लक्ष्य भाषा कहते हैं. സാധാരണ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഇയറിൽ കോൺവെർസേഷനും സെക്കൻഡ് ഇയറിൽ ഒരു പാരഗ്രാഫുമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ മോഡൽ വന്നിരിക്കുന്നത് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഒറ്റ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അതായത് കോൺവെർസേഷൻ തന്നിട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ട്, ഇംഗ്ലീഷ് പാരഗ്രാഫ് വന്നിട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ രണ്ടും പഠിച്ചിരിക്കണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോൺവെർസേഷൻ എങ്ങനെയാണ് ഹിന്ദിയിലേക്ക് മാറ്റുന്നത് എന്നുള്ള 2-3 ഉദാഹരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, അതിനെ ഹിന്ദിയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ 2-3 ഉദാഹരണങ്ങളിലൂടെ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പാരഗ്രാഫിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കൂടി കണ്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകും 2 രീതിയും എങ്ങനെയാണെന്ന്. ആ ക്ലാസ് കാണുവാൻ വേണ്ടി നിങ്ങൾ ഈ ലിങ്ക്, അതായത് ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ക്ലാസ് കൂടി കാണാൻ ശ്രമിക്കണം. ഓക്കെ. സംഭാഷണങ്ങൾ, ഗദ്യഭാഗങ്ങൾ, അതായത് കോൺവെർസേഷൻസും പാരഗ്രാഫ് എന്നിവയാണ് സാധാരണ തർജ്ജമ ചെയ്യാനായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. തന്നിരിക്കുന്ന ഭാഗത്തെ ആശയം പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കണം. ആദ്യം ചെയ്യേണ്ടത് തരുന്ന പാരഗ്രാഫ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് പാരഗ്രാഫ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോൺവെർസേഷൻ, ആ തരുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കണം. തുടർന്ന് ഏത് ഭാഷയിലേക്കാണോ തർജ്ജമ ചെയ്യേണ്ടത് ആ ഭാഷയുടെ ശൈലിക്ക് അനുസരിച്ച് വേണം തർജ്ജമ ചെയ്യാൻ. നമുക്ക് ഹിന്ദിയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഹിന്ദിക്ക് ഒരു ശൈലിയുണ്ട്, ഏകദേശം മലയാളത്തിൻ്റെ ഒരു ശൈലി തന്നെയാണ് ഹിന്ദിക്കും വരുന്നത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷിനെ ഡയറക്റ്റ് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യാൻ, അല്ലെ അങ്ങനെ ചിന്തിച്ച് തർജ്ജമ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് അതിൻ്റെ മലയാളം നമ്മുടെ മനസ്സിൽ വെക്കുക. ആ മലയാളത്തിനെ നിങ്ങൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ആ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്ന അതേ സെൻറ്റൻസിൻ്റെ അല്ലെ അതേ വേർഡൊന്നും ഹിന്ദിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നിർബന്ധം പിടിക്കാതെ നമുക്ക് അറിയാവുന്ന ഹിന്ദിയുടെ രീതിയിൽ അറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് ആ ആശയം വരുന്ന രീതിയിൽ എങ്ങനെ മാറ്റാൻ പറ്റും അങ്ങനെ മാറ്റുക. അല്ലാതെ ഇന്ന രീതി തന്നെ കടുകട്ടിയുള്ള സെൻറ്റൻസ് തന്നെ മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ആശയം കിട്ടണം. വേർഡ് ട്രാൻസ്ലേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ വാക്കും അതേപോലെ തന്നെ ഹിന്ദി വരണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആ ആശയം വന്നാൽ മതി. തന്നിരിക്കുന്ന ഭാഗത്തെ ആശയം തർജ്ജമ കറക്റ്റായിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി. ഓക്കെ. അപ്പം നമുക്ക് 2 രീതിയിലുണ്ട്, കോൺവെർസേഷനുണ്ട്, പാരഗ്രാഫുണ്ട്. നമ്മളിപ്പോൾ കോൺവെർസേഷനാണ് ചെയ്യാൻ നോക്കുന്നത്. പാരഗ്രാഫിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരഗ്രാഫിൻ്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. देखिए एक बार भी अनुवाद क्या है, स्रोत भाषा की सामग्री को उसी अर्थ में ലക്ഷ്യ ഭാഷാമേ അനുദിത് കർണ ഹി അനുവാദ ഹെ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്രോത ഭാഷയിലെ സാമഗ്രിയെ അതേ അർത്ഥത്തിൽ ലക്ഷ്യഭാഷയിലേക്ക് മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, അനുവാദ് എന്ന് പറയുന്നത്. അനുവാദ് കലാഭി ഹെ അവർ കൗശലഭി. അനുവാദ് എന്ന് പറയുന്നത് ഒരു കലയാണ്, അതിനോടൊപ്പം തന്നെ നൈപുണ്യവും വേണം, അതായത് ഒരു കഴിവുമാണ്. ഒരു കലയുമാണ്, ഒരു കഴിവുമാണ് ട്രാൻസ്ലേഷൻ. യഹ് അനുകരണാത്മക ജറൂർ ഹെ. തീർച്ചയായിട്ടും ഇത് അനുകരണമാണ്, ശരിയല്ലേ? ഒരു ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന കണ്ടന്റിനെ ആ കണ്ടന്റ് നമ്മൾ അനുകരിച്ചാണ് മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അനുകരണമാണ്. പർ സർജനാത്മക ബീഹെ, പക്ഷേ ഒരു ക്രിയാത്മകത കൂടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ലക്ഷ്യഭാഷയിലേക്ക് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഷയുടെ ശൈലിക്ക് അനുസരിച്ച് ആശയത്തെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്, ഒരു ക്രിയാത്മകത തന്നെയാണ്. അനുവാദകു മൂലകൃതിക്ക് അനുസരൺ കർണ ചാഹിയേ.
അനുവാദം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ തീർച്ചയായിട്ടും ഏത് കൃതിയെ അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്? മൂലകൃതിയെ, മീൻസ് സ്രോതഭാഷയിലെ കണ്ടന്റിനെ അടിസ്ഥാനപ്പെടുത്തി അതുപോലെ തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. അനുവാദ് പഠ്തേ സമയ ഏസേ ലഗ്ന ചാഹിയേ കി മൂലകൃതി പഠ് രഹാ ഹെ. അനുവാദ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നണം. എങ്ങനെ തോന്നണം? അതിൻ്റെ മെയിൻ കൃതി എങ്ങനെ വായിക്കുന്നു അതുപോലെ തോന്നണം. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് പാരഗ്രാഫ് തന്നിട്ട് ഹിന്ദിയിലേക്ക് മാറ്റുമ്പോൾ ഇംഗ്ലീഷ് പാരഗ്രാഫ് വായിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ, ആ ആശയം, നമുക്ക് എന്ത് ആശയം കിട്ടുന്നു അതേ ആശയം അതിൻ്റെ ഹിന്ദി വായിക്കുമ്പോഴും കിട്ടണം. അതാണ് അർത്ഥം. തഭി അനുവാദ് സഫൽ മാനാ ജായേഗ. അപ്പോഴാണ് ഒരു ട്രാൻസ്ലേഷൻ വിജയിക്കുന്നത്. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ? അപ്പം നമുക്കൊരു 1-2 ഉദാഹരണങ്ങളിലൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, देखिए पहला उदाहरण, एक अंग्रेजी संवाद का हिंदी में अनुवाद करें. ഇംഗ്ലീഷ് കോൺവെർസേഷനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നേക്കുന്നത്. സാധാരണ ഇത് ഫസ്റ്റ് ഇയറിൽ മാത്രം ചോദിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും 2 വർഷത്തെ വിദ്യാർത്ഥികൾക്കും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കോൺവെർസേഷൻ തന്നിട്ട് ഹിന്ദിയാക്കാനും പാരഗ്രാഫ് തന്നിട്ട് ഹിന്ദിയാക്കാനും ചോദിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. പിങ്കി പറയുന്നു, വേർ ആർ യു ഗോയിങ്? എവിടെ പോകുന്നു? മനു, ഐ ആം ഗോയിങ് ടു ദ റിവർ സൈഡ്. ഞാൻ എവിടെ പോകുന്നു? നദീതീരത്തേക്ക് പോവാ. വൈ? എന്തിന്? ഐ ലൈക്ക് ടു ക്യാച്ച് ഫിഷസ്. ഞാൻ മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നു. നോ മനു, ഡോണ്ട് ഗോ നിയർ ദ റിവർ. നീ വേണ്ട, നീ അങ്ങോട്ട് പോകരുത്. ഡോണ്ട് വറി, പേടിക്കണ്ട. ഐ നോ സ്വിമ്മിങ്. എനിക്ക് നീന്തലൊക്കെ അറിയാം. ബി കെയർഫുൾ, ഒന്ന് ശ്രദ്ധിച്ചോ. ഇറ്റ് ഈസ് റെയിനി സീസൺ. ഇത് മഴക്കാലമാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇതൊരു കോൺവെർസേഷനാണ്. പിങ്കിയും മനുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ഈ കോൺവെർസേഷനെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ മലയാളം എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം മനസ്സിലായല്ലോ. അപ്പോൾ പിങ്കി പറഞ്ഞത് വേർ ആർ യു ഗോയിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? വേർ ആർ യു ഗോയിങ്, എവിടെ പോകുന്നു, നീ എവിടെ പോകുന്നു എന്നല്ലേ അർത്ഥം. അത് നിങ്ങൾ എവിടെ പോകുന്നു. അപ്പോൾ നമുക്ക് എന്താ ഹിന്ദി, അപ്പോൾ മലയാളം കിട്ടി, നിങ്ങൾ എവിടെ പോകുന്നു. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ അങ്ങ് ഹിന്ദിയിലേക്ക് മാറ്റണം. നിങ്ങൾ, തും, എവിടെ, കഹാ, പോവുക എന്ന് പറഞ്ഞാൽ എന്താ? ജാന, പോവുക ആണല്ലോ. ഇവിടെ ഗോയിങ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണല്ലോ. ഗോ പ്ലസ് ing ഫോം വന്നിട്ടുണ്ടല്ലോ. സോ നമ്മളുടെ ഹിന്ദിയിലെ താത്കാലിക വർത്തമാനകാലിന് വരാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? രഹാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തും സബ്ജക്റ്റ് വന്നുകൊണ്ട് തും കഹാൻ ജാ രഹേ ഹോ, തും വന്നുകൊണ്ട് അവസാനം ഹോ. നിങ്ങൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഗ്രാമർ ഒന്നും കൂടുതലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് അറിയാവുന്ന ഹിന്ദിയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എന്താ? വേർ ആർ യു ഗോയിങ്, നീ എവിടെ പോകുന്നു അല്ലേ? തും കഹാം ജാ രഹേ ഹോ, അല്ലെ താങ്കൾ എവിടെ പോകുന്നു? ആപ് കഹാം ജാ രഹേ ഹേ, അല്ലെ നീ എവിടെ പോകുന്നു? തു കഹാൻ ജാ രഹാ ഹേ. അപ്പോൾ ഇതുപോലെ നമ്മൾ മലയാളത്തിന് എന്ത് ചെയ്തു? ഹിന്ദിയിലേക്ക് ആക്കി അല്ലേ? തും കഹാൻ ജാ രഹേ ഹോ, നീ എവിടെ പോകുന്നു. അടുത്ത മനു പറയുന്നു. അപ്പം മനു എന്നുള്ളത് നമുക്ക് ഹിന്ദി മനു തന്നെയാണ്, ഹിന്ദിയിൽ എഴുതണമെന്നേ ഉള്ളൂ. ഐ ആം ഗോയിങ് ടു ദ റിവർ സൈഡ്. ഞാൻ എങ്ങോട്ട് പോകുന്നു? ഞാൻ നദീ തീരത്തേക്ക് പോകുന്നു അല്ലേ? അപ്പം ഞാൻ്റെ ഹിന്ദി എന്തോ മൈം. അപ്പം മൈം നദി കെ കിനാരെ ജാ രഹാ ഹൂം, യാ നദി കെ പാസ് ജാ രഹാ ഹൂം. ഉണ്ടോ? അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നതിന് വ്യത്യാസം ഉണ്ടാകും. കാരണം ഒരു വാക്ക് ഓരോരുത്തരിലും കിട്ടുന്നത് ഒരു അർത്ഥത്തിൻ്റെ പല വാക്കുകളായിരിക്കും. അപ്പോൾ അവർക്ക് അവരേ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ശരിയാകാം. അപ്പോൾ പക്ഷേ എഴുതുന്ന ആശയം കറക്റ്റ് ആയിരിക്കും, എഴുതുന്ന സെൻറ്റൻസുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിൽ കാര്യമില്ല. അപ്പം ഐ ആം ഗോയിങ് ടു ദ റിവർ സൈഡ്, മൈം നദി കെ കിനാരെ ജാ രഹാ ഹൂം, യാ മൈം നദി കെ പാസ് ജാ രഹാ ഹൂം. പിങ്കി വയ്ക്കുന്നു, വൈ, എന്തിന്? ക്യോ, എന്തിനാ പോന്നെ? മനു പറഞ്ഞു, ഐ ലൈക്ക് ടു ക്യാച്ച് ഫിഷസ്. ഞാൻ മീൻ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എന്താ? ഞാൻ മീൻ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ മൈം മീൻ മച്ചലി പിടിക്കുക, പകടന ഇഷ്ടപ്പെടുന്നു, പസന്ത് കർത്താഹൂം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മുച്ചേ മച്ചലി പകടന പസന്ത് ഹെ, എനിക്ക് മീൻ പിടിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ. അപ്പോൾ എൻ്റെ മലയാളം എടുക്കുക, മലയാളത്തിനെ എന്തിലാക്കുക? ഹിന്ദിയിലേക്ക് മാറ്റുക. ഞാൻ മീൻ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നു, മൈം മച്ചലി പകടന പസന്ത് കർത്താഹൂം. അല്ലെങ്കിൽ എനിക്ക് മീൻ പിടിക്കുന്നത് ഇഷ്ടമാണ്, മുച്ചേ മച്ചലി പകടന പസന്ത് ഹെ. ഓക്കെ, അപ്പോൾ ആ ഏത് സെൻറ്റൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. രണ്ടിൻ്റെ ആശയം ഒന്നല്ലേ? അതാ പറഞ്ഞത്, ആശയം ഒരുപോലെ ആയിരുന്നാൽ മതി. സെൻറ്റൻസ് നമുക്ക് നമ്മുടെ രീതിയിൽ, നമ്മളുടെ അറിവ് അനുസരിച്ച്, നമ്മളുടെ വൊക്കാബുലറി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പിങ്കി പറയുന്നു, നോ മനു ഡോണ്ട് ഗോ നിയർ ദ റിവർ. പോകരുത്, ആ റിവർ സൈഡിലേക്ക് പോകരുത്. ഡോണ്ട് ഇല്ലയോ? നോ മനു എന്ന് പറഞ്ഞാൽ അപ്പം നഹി മനു ഇല്ലേ? നോ മനു എന്ന് പറഞ്ഞാൽ നഹി മനു. നദി കെ കിനാരെ
മത് ജാവോ. നദിക്ക് കിനാരെ മത്ത് ജാവോ, അരുത് ഇല്ലേ. ഡോണ്ട് ഗോ എന്ന് പറഞ്ഞാൽ അരുത്. ഡോണ്ട്, അത് അരുത് എന്നുള്ളതിന്റെ ഹിന്ദിയാണ് മത്ത്. അപ്പൊ നദീ തീരത്തേക്ക് പോകരുത്. അപ്പൊ നദിക്ക് കിനാരെ ജാവോ, പോകൂ. മത്ത് ജാവോ, പോകരുത്. നദിക്ക് കിനാരെ മത് ജാവോ യാ നദിക്ക് പാസ് മത് ജാവോ. ഉണ്ടോ? നദിക്ക് പാസ് മത് ജാവോ യാ ജായിയേ. ബഹുമാനം കൊടുത്ത് പറയാമെങ്കിൽ ജായിയെ മത് ജായിയേ. नदी के किनारे मत जाइए या नदी के किनारे मत जाओ, नदी के पास मत जाओ. ഓക്കെ. നെക്സ്റ്റ് മനു പറയുന്നു, ഡോണ്ട് വറി, ഐ നോ സ്വിമ്മിങ്. ഡോണ്ട് വറി, കുഴപ്പമില്ല, കൊയ് ബാത് നഹി. അല്ലെങ്കിൽ ഫിഗർ മത്. ഫിഗർ മത് പറഞ്ഞാൽ പേടിക്കണ്ട. എനിക്ക് ഇല്ലയോ, ഐ നോ സ്വിമ്മിങ്, എനിക്ക് എന്തറിയാം, നീന്തൽ അറിയാം. എനിക്ക് നീന്തൽ അറിയാം. എൻ്റെ മലയാളം എടുക്കണം. എനിക്ക് നീന്തൽ അറിയാം. മൈൻ, എനിക്ക് തൈർന ജാൻതാഹും. മൈൻ തൈർന ജാൻതാഹും, എനിക്ക് നീന്താൻ അറിയാം. അല്ലെങ്കിൽ എന്താ പറയാം, മുച്ചേ തൈർന ജാൻതാ ഹെ, എനിക്ക് എന്താ നീന്താൻ അറിയാം. പിങ്കി പറയുന്നു, ബി കെയർഫുൾ, ഇറ്റ് ഈസ് റെയിനി സീസൺ. കെയർഫുൾ, ശ്രദ്ധിക്കണേ. ഖ്യാൽ രഖിയേ, ശ്രദ്ധിച്ചാലും. ബാരിഷ് കാ മൗസം ഹേ, മഴക്കാലമാണ്. ബാരിഷ് കാ മൗസം, മഴയുടെ കാലമാണ്, മഴക്കാലമാണ്. മനു, ഓക്കെ ടീക്ക് ഹേ. ഓക്കെ എന്ന് പറയുമ്പോൾ എന്താ ഹിന്ദി? ടീക്ക് ഹേ. ശ്രദ്ധിക്കണം. നിങ്ങൾ വിചാരിക്കും, ഓ ഈ കെയർഫുള്ളൊക്കെ എങ്ങനെ നമുക്ക് കിട്ടും? റെയിനി സീസണൊക്കെ എങ്ങനെ കിട്ടും? ഇതിൻ്റെയൊക്കെ വേർഡ് നമുക്ക് കിട്ടുമോ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് ടഫായിട്ടുള്ള വേർഡുകളുടെ ഹിന്ദി തന്നിരിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടഫായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡിൻ്റെ ഹിന്ദി വേർഡ് ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഇവിടെ നമ്മൾ തന്നിട്ടില്ല എന്നേ ഉള്ളൂ, അതിനകത്ത് അങ്ങനെ വരത്തുള്ളൂ. ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിൻ്റെ മലയാളം എന്താണോ അതെന്ത് ചെയ്യുക, നമ്മൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. മലയാളത്തിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതായിരിക്കും, മാതൃഭാഷ എടുത്തിട്ട് മാതൃഭാഷയെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ ആൻസർ വന്നേക്കുന്നത്? ഇതേക്ക് പിങ്കി പറയുന്നത്, തും കഹാം ജാ രഹേ ഹോ, നീ എവിടെ പോകുന്നു? മൈ നദിക്ക് കിനാരെ ജാ രഹാ ഹൂം, ഞാൻ നദിയുടെ അടുത്തേക്ക് പോകുന്നു. കിനാരയുടെ സ്ഥാനത്ത് നമുക്ക് പാസ് കൊടുക്കാം. മൈ നദിക്ക് പാസ് ജാ രഹാ ഹൂം. ക്യോം, എന്തിന്? മുച്ചേ മച്ചലി പകടന പസന്ത് ഹേ, എനിക്ക് മീൻ പിടിക്കുന്നത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്ത് പറയാം? മൈം മച്ചലി പകടന പസന്ത് കർത്താഹു, ഞാൻ മീൻ പിടിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. നഹി മനു, വേണ്ട മനു. നദിക്ക് പാസ് മത് ജാവോ, നദിക്കരയിലേക്ക് പോകരുത്. യാ നദിക്ക് കിനാരെ മത് ജാവോ, നദി, അപ്പം കിനാരെ ആയാലും പാസ്സായാലും കുഴപ്പമില്ല. കൊയ് ബാത് നഹി, കുഴപ്പമില്ല. മൈൻ തൈർന ജാന്താഹും, എനിക്ക് നീന്താൻ അറിയാം. ഖ്യാൽ രഖിന, ശ്രദ്ധിക്കണം. യാ ഖ്യാൽ രഖിയെ, ശ്രദ്ധിച്ചാലും. ബാരിഷ് കാ മൗസം ഹേ, മഴക്കാലമാണ്. ടി ഹേ, ശരി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ ഒരു മോഡലിലേക്ക് പോകാം. ഇതൊക്കെ പാസഞ്ചർ, ടാക്സി. യാത്രക്കാരൻ പറയുന്നു, ടാക്സി എന്ന് വിളിച്ചു. ഡ്രൈവർ, യെസ് സാർ, ഓക്കെ. പാസഞ്ചർ, ടേക്ക് മീ ടു ഹോട്ടൽ, എന്നെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകൂ. ഡ്രൈവർ, ടു വിച്ച് ഹോട്ടൽ ഡു യു ലൈക്ക് ടു ഗോ? എന്തോ അർത്ഥം? നിങ്ങൾ ഏത് ഹോട്ടലിൽ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? പാസഞ്ചർ തിരിച്ചു ചോദിച്ചു, ടെൽ മീ വിച്ച് ഈസ് ദ ബെസ്റ്റ് ഹോട്ടൽ ഇൻ ദ സിറ്റി. അപ്പോൾ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ ഏതാണെന്ന് പറയൂ. ഡ്രൈവർ, ഹോട്ടൽ ആഗ്ര. ഹോട്ടൽ ആഗ്രയാണ്. അപ്പോൾ യാത്രക്കാരൻ, പാസഞ്ചർ പറഞ്ഞു, ഹൗ ഫാർ ഇസ് ഫ്രം ഹിയർ, ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട്? ഇപ്പോൾ ഡ്രൈവർ പറയുന്നത് എബൌട്ട് 8 കിലോമീറ്റർ, ഏകദേശം 8 കിലോമീറ്റർ. ഓക്കെ, ദെൻ ടേക്ക് മീ ദെയർ, അങ്ങനെയാണെങ്കിൽ എന്നെ അവിടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഈ ഇംഗ്ലീഷ് കോൺവെർസേഷൻ വായിച്ചു, അതിൻ്റെ മലയാളം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യണം. പാസഞ്ചർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരനല്ലേ? യാത്രക്കാരൻ്റെ ഹിന്ദി യാത്രി എന്നാണ്. യാത്രി എന്നാണ്. അപ്പോൾ ടാക്സി, ടാക്സി എന്നുള്ളത് നമ്മൾ ടാക്സി എന്ന് തന്നെ ഹിന്ദിയിൽ അങ്ങ് എഴുതിയാൽ മതി. ടാക്സി. ഡ്രൈവറിന് നമുക്ക് ഡ്രൈവറിന് തന്നെ കൊടുക്കാം ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷിലല്ല എഴുതേണ്ടത്, ഹിന്ദിയിലാണ് എഴുതേണ്ടത്. ഡ്രൈവർ അല്ലെങ്കിൽ ചാലക് എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ എസ് സാർ എന്നുള്ളത് ജി 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 എന്ന് നമ്മൾ ബഹുമാനത്തോടെ സാർ ജി. നെക്സ്റ്റ് പാസഞ്ചർ, യാത്രി പറഞ്ഞു, ടേക്ക് മീ ടു ഹോട്ടൽ, എന്നെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകൂ. അപ്പം നമ്മൾ എൻ്റെ മലയാളം എടുത്തു, എന്നെ മുച്ചേ ഒരു ഹോട്ടലിലേക്ക്, ഏക്ക് ഹോട്ടൽ കൊണ്ടുപോകൂ, ലേ ജാവോ. അപ്പോൾ എന്നെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകും, മുച്ചേ ഏക്ക് ഹോട്ടലിലേ ജാവോ. കണ്ടോ? അപ്പോൾ നമ്മൾ അല്ല ടേക്ക് മീ ടു ഹോട്ടൽ, ടേക്കിൻ്റെ ഹിന്ദി എന്തുവാ? മീയുടെ ഹിന്ദി ഞാൻ, ടു ഹോട്ടലിൻ്റെ ഹിന്ദി അങ്ങനെ എടുക്കരുത്. ടേക്ക് മീ ടു ഹോട്ടൽ മലയാളം എടുത്തിട്ട് അതിനെ ഹിന്ദിയൊക്കെ മാറ്റുക. മുച്ചേക്ക് ഹോട്ടലിലേ ജാവോ. നെക്സ്റ്റ് ഡ്രൈവർ, ടു വിച്ച് ഹോട്ടൽ ഡു യു ലൈക്ക് ടു ഗോ, ഏത് ഹോട്ടലിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇല്ലയോ, താങ്കൾ ഏത് ഹോട്ടലിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഹിന്ദി എങ്ങനെ? താങ്കൾ ആപ് ഏത് ഹോട്ടൽ, കിസ് ഹോട്ടൽ മെയിം, പോകാൻ, ജാന പോവുക,
ആഗ്രഹിക്കുക, ആഗ്രഹിക്കുക, ചാഹന ആഗ്രഹിക്കുക, ചാഹത്തെ ഹൈ. ആപ് കിസ് ഹോട്ടൽ മേ ജാനാ ചാഹത്തെ ഹൈ? ആപ് കിസ് ഹോട്ടൽ മേ ജാനാ ചാഹത്തെ ഹൈ? താങ്കൾ ഏത് ഹോട്ടലിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ യാത്രക്കാരൻ പറയുന്നു, ടെൽ മീ വിച്ച് ഈസ് ദ ബെസ്റ്റ് ഹോട്ടൽ ഇൻ ദ സിറ്റി. എന്താ എൻ്റെ അർത്ഥം? ഈ നഗരത്തിലെ അല്ലെങ്കിൽ ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ്? ഉണ്ടോ മലയാളം എങ്ങനെ കിട്ടിയത്? ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ്? ഈ സിറ്റി ഈസ് നഗർക, ഈ സിറ്റിയിലെ ഏറ്റവും സബ്സെ, ഏറ്റവും നല്ല, സബ്സെ അച്ച, ഏറ്റവും നല്ല ഹോട്ടൽ, സബ്സെ അച്ച ഹോട്ടൽ ഏത്? കോൻസാ, കോൻ ഹൈഫൺസാ, കോൻസാ ഹേ? ഇസ് നഗർക സബ്സെ അച്ച ഹോട്ടൽ കോൻസാ ഹേ? ഈ നഗരത്തിലെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ്? കണ്ടോ, ഇപ്പോൾ മലയാളത്തിന് ഹിന്ദി ആക്കി. ഇപ്പോൾ ഡ്രൈവർ ആയിരുന്നു ഹോട്ടൽ ആഗ്ര, നമ്മളതിനെ ഹിന്ദിയിൽ അതേപോലെ ഇരുന്നു ഹോട്ടൽ ആഗ്ര എന്നിരുന്നു. യാത്രക്കാരൻ പറഞ്ഞു, ഹൗ ഫാർ ഈസ് ഇറ്റ് ഫ്രം ഹിയർ? അതിൻ്റെ അർത്ഥം എന്തുവാണ്? അത് ഇവിടെ നിന്നും എത്ര ദൂരെയാണ്? അത് ഇവിടെ നിന്നും എത്ര ദൂരെയാണ് എന്നല്ലയോ? ആ ഹോട്ടൽ ഇവിടെ നിന്ന് എത്ര ദൂരെയാണ്? അപ്പോൾ വഹ് ഇവിടെ നിന്ന്, യഹാംസെ എത്ര, കിത്തനി ദൂരമുണ്ട്, ദൂർ ഹേ. വഹ് യഹാംസെ കിത്തനി ദൂർ ഹേ? അത് ഇവിടെ നിന്നും എത്ര ദൂരെയാണ്? അപ്പോൾ ഡ്രൈവർ പറയുന്നത് എബൌട്ട് 8 കിലോമീറ്റർ, ഏകദേശം 8 കിലോമീറ്റർ. ഏകദേശം എന്നുള്ളത് നമുക്ക് 2 വേർഡ് ഉപയോഗിക്കാം, കരീബ് ഉപയോഗിക്കാം, ലഘുഭഗൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ കരീബ് 8 കിലോമീറ്റർ യാ ലഘുഭഗ് 8 കിലോമീറ്റർ, ഏകദേശം 8 കിലോമീറ്റർ. ബട്ട് യാത്രക്കാരൻ പറഞ്ഞു, ഓക്കെ ദെൻ ടേക്ക് മീ ദെയർ, എന്നാൽ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ശരി, ഓക്കെ ഓക്കെ എന്നുള്ളത് അച്ഛാ, ഓക്കെ അച്ഛാ യാ ടീക്ക് ഹേ, വഹാ ലേ ജാവോ, അവിടേക്ക് കൊണ്ടുപോകും, വഹാ ലേ ജാവോ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടെ ഇംഗ്ലീഷിനെ ഡയറക്റ്റ് ഹിന്ദി ആക്കിയതല്ല, ഇംഗ്ലീഷിനെ മലയാളം എടുത്തിട്ട് നമ്മൾ മലയാളത്തിനെ ഹിന്ദി ആക്കിയതാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ആൻസർ വരുന്നത്? ഇതൊക്കെ യാത്രി പറഞ്ഞു, ടാക്സി ഡ്രൈവർ ജി മുझे एक ഹോട്ടൽ ലേ ജാവോ, എന്നെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകൂ. ആപ് കിസ് ഹോട്ടൽ മേ ജാനാ ചാഹത്തെ ഹേ? താങ്കൾ ഏത് ഹോട്ടലിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്? ഇസ് നഗർ കെ സബ്സെ അച്ഛാ ഹോട്ടൽ കോൻസാ ഹേ? ഈ നഗരത്തിലെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ്? ഹോട്ടൽ ആഗ്ര. യഹാം സെ കിത്തനി ദൂർ ഹേ? ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട്? ലഘുഭഗ് 8 കിലോമീറ്റർ ദൂർ ഹേ, ഏകദേശം 8 കിലോമീറ്റർ ദൂരം. യാ കരീബ് 8 കിലോമീറ്റർ ദൂർ ഹേ, അല്ലെങ്കിൽ ലഘുഭഗ് 8 കിലോമീറ്റർ എന്ന് എഴുതിയാലും മതി. ദൂർ ഹേ എന്നുള്ള സെൻറ്റൻസ് വാക്ക് വേണമെന്നില്ല. അച്ഛാ വഹാലേ ചലോ, എന്നാൽ അവിടേക്ക് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മളും എന്താ ചെയ്തിരിക്കുന്നത്? ഹിന്ദി ഇംഗ്ലീഷ് പാരഗ്രാഫ്, ഇംഗ്ലീഷ് കോൺവെർസേഷൻ വായിച്ചിട്ട് അതിൻ്റെ മലയാളം മനസ്സിലാക്കി ഹിന്ദിയിലേക്ക് മാറ്റി. ഓക്കെ, നമുക്ക് ഒരു ഉദാഹരണത്തോടെ നോക്കാം. ഇതൊക്കെ രവി, വിച്ച് പീരീഡ് ഈസ് ഇറ്റ് നൗ? എന്താ അർത്ഥം? ഏത് പീരീഡാണ് ഇപ്പോൾ? രാജു പറയുന്നു, നൗ ഇറ്റ് ഈസ് ഹിന്ദി, ഇതിപ്പോൾ ഹിന്ദിയാണ്. രവി, യെസ്റ്റർഡേ അവർ ടീച്ചർ ടോട്ട് ദ ഹിന്ദി ലെസൺ മാതൃഭൂമി. ഇന്നലെ നമ്മളുടെ ടീച്ചർ ഹിന്ദി ലെസൺ മാതൃഭൂമി പഠിപ്പിച്ചായിരുന്നു. രാജു പറഞ്ഞു, ഹൗ വാസ് ഇറ്റ്? അതെങ്ങനെ ഉണ്ടായിരുന്നു? രവി, ഇറ്റ് വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് പോയം എബൌട്ട് ദ ബ്യൂട്ടി ഓഫ് അവർ കൺട്രി. എബൌട്ട് എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, എബൌട്ട് ടി ആണ്, ABOUT ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. ഇറ്റ് വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് പോയം എബൌട്ട് ദ ബ്യൂട്ടി ഓഫ് അവർ കൺട്രി. അതായത് നമ്മളുടെ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു വളരെ മനോഹരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയമായിരുന്നു. നമ്മളുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയമാണ് മാതൃഭൂമി. ഹു വാസ് ദ ആദർ ഓഫ് ദിസ് പോയം? ആരാണ് ഇതിൻ്റെ ആദർ? ആരാണ് ഇതിൻ്റെ ലേഖകൻ? ഫേമസ് ഹിന്ദി പോയറ്റ് ശ്രീ മൈഥിലി ശരൺ ഗുപ്ത്. ഫേമസ് ഹിന്ദി കവിയായ മൈഥിലി ശരൺ ഗുപ്ത ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി, നന്ദി. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ ഹിന്ദി ആക്കും? വിച്ച് പീരീഡ് ഈസ് ഇറ്റ് നൗ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഏത് പീരീഡാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് പീരീഡാണ്? നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു ടഫായിട്ടുള്ള വേർഡിൻ്റെ ഹിന്ദി അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. പീരീഡിൻ്റെ ഹിന്ദിയാണ് കാലാംശ്. വിച്ച് പീരീഡ് ഈസ് ഇറ്റ് നൗൻ്റെ മലയാളമാണ് ഇപ്പോൾ ഏത് പീരീഡാണ്. ഇപ്പോൾ അബ്, ഏത് കോൻസ, പീരീഡ് കാലാംശ് ഹേ, അല്ലേ? അബ് കോൻസ കാലാംശ് ഹേ, ഇപ്പോൾ ഏത് പീരീഡാണ്? രാജു പറയുന്നു, നൗ ഇറ്റ് ഈസ് ഹിന്ദി, ഇപ്പോൾ ഹിന്ദിയാണ്. ഇപ്പോൾ ഹിന്ദി എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? അബ് ഹിന്ദി ഹേ, ഇപ്പോൾ ഹിന്ദിയാണ്. രവി, യെസ്റ്റർഡേ അവർ ടീച്ചർ ടോട്ട് ദ ഹിന്ദി ലെസൺ മാതൃഭൂമി. എൻ്റെ അർത്ഥം എന്തുവാ? ഇന്നലെ ഞങ്ങളുടെ അധ്യാപകൻ ഹിന്ദി പാഠമായ മാതൃഭൂമി പഠിപ്പിച്ചായിരുന്നു. ഇല്ലേ? എൻ്റെ അർത്ഥം അങ്ങനെയല്ലേ? അപ്പോൾ ഇന്നലെ, ഇന്നലെ ഞങ്ങളുടെ അധ്യാപകൻ, ഹമാരെ അധ്യാപകനെ ഹിന്ദി പാഠമായ മാതൃഭൂമി, ഹിന്ദി പാഠ് മാതൃഭൂമി പഠിപ്പിച്ചായിരുന്നു. പഠിപ്പിക്കുക എന്നുള്ളത് ഹിന്ദി തരും, സിഖായാഥ, സീക്കിന പഠിപ്പിക്കുക. അപ്പോൾ
കൽ ഹമാരെ അധ്യാപകനെ ഹിന്ദി പാട് മാതൃഭൂമി സിഖായാത. ഇന്നലെ ഞങ്ങളുടെ അധ്യാപകൻ ഹിന്ദി പാഠമായ മാതൃഭൂമി പഠിപ്പിച്ചായിരുന്നു. ഹൗ വാസ് ഇറ്റ് എന്നുവെച്ചെന്തോ അർത്ഥം? അത് എങ്ങനെയായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു. വഹ് കൈസാധ, വഹ് കൈസാധ, അത് എങ്ങനെയുണ്ടായിരുന്നു. ഇറ്റ് വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് പോയം അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് അവർ കൺട്രി. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് നമ്മളുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയമാണ് എന്നല്ലേ അർത്ഥം. അപ്പം അങ്ങനെ നമുക്ക് മലയാളം കിട്ടി എന്താ? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന. അപ്പം അങ്ങനെ എഴുതും, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഹമാരേ ദേശിക്ക് സൗന്ദര്യത്തെക്കുറിച്ച് സുന്ദരതാക്കെ ബാരേമേം വർണ്ണിക്കുന്ന വർണ്ണിത് ഏക്ക് ഒരു ദിൽചസ്പ് കവിതാധി. കണ്ടോ, ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതിനാണ് ദിൽചസ്പ്. അത് നമുക്ക് തന്നിരിക്കും, ടഫായിട്ടുള്ള വേർഡിൻ്റെ ഹിന്ദി തന്നിരിക്കും. അപ്പോൾ ദിൽചസ്പ് എന്നുള്ള ഹിന്ദിയാണ്, ഇൻട്രസ്റ്റിംഗിൻ്റെ ഹിന്ദിയാണ് ദിൽചസ്പ്. അപ്പോൾ ഇത് ഹമാരേ ദേശിക്ക് സുന്ദരതാക്കെ ബാരേമേം വർണ്ണിതേക്ക് ദിൽചസ്പ് കവിതാധി. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൂ വാസ് ദ ആഥർ ഓഫ് ദിസ് പോയം? ആരാണല്ലേ ഈ കവിതയുടെ രചനാകാർ? ആരാണ് അല്ലെ, ഇത് ആരാണ് എഴുതിയത്? അങ്ങനെ ചോദിക്കാം. ഈസ് കവിതാക്കെ രചനാകാർ കോൺ ഥേ, അല്ലെ ഈസ് കവിതാക്കെ കവി കോൺ ഥേ, അല്ലയോ ഈ കവിതയുടെ കവി ആരാണ്, രചനാകാർ ആരാണ്, അല്ലെങ്കിൽ ലേഖകൻ ആരായിരുന്നു? അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ചോദിക്കാം. ആൻസർ എന്താ? ഫേമസ് ഹിന്ദി പോയറ്റ് ശ്രീ മൈഥിലി ശരൺ ഗുപ്ത. ഫേമസിന്റെ ഹിന്ദി തന്നിട്ടുണ്ട്, വിഖ്യാത്. അപ്പോൾ ഫേമസ് ഹിന്ദി പോയറ്റ് ശ്രീ മൈഥിലി ശരൺ ഗുപ്ത, പ്രസിദ്ധ ഹിന്ദി കവിയായ ശ്രീ മൈഥിലി ശരൺ ഗുപ്ത എന്നാണ് അർത്ഥം. അപ്പോൾ പ്രസിദ്ധ, വിഖ്യാത്, യാ പ്രസിദ്ധ എന്ന് തന്നെ എഴുതാം. പ്രസിദ്ധ ഹിന്ദി കവി ശ്രീ മൈഥിലി ശരൺ ഗുപ്ത. ഓക്കെ, താങ്ക് യു. ടീക്ക് ഹേ, താങ്ക് യു എന്നുള്ളതിന് ധന്യവാദ്. കണ്ടോ, വളരെ എളുപ്പമല്ലേ? അപ്പം നമ്മൾ ഇംഗ്ലീഷിനെ ഡയറക്റ്റ് ഹിന്ദി ആക്കാതെ ഇംഗ്ലീഷിൻ്റെ മലയാളം എടുത്തിട്ട് നമ്മളുടെ വൊക്കാബുലറി അനുസരിച്ച് നമ്മളുടേതായിട്ടുള്ള സെൻറ്റൻസിലേക്ക് ഹിന്ദിയിലേക്ക് മാറ്റുക. ഇംഗ്ലീഷിൽ എന്ത് ആശയമാണോ ഈ തന്നിരിക്കുന്നത് ആ ആശയം ഹിന്ദി വായിക്കുമ്പോഴും കിട്ടണമെന്ന് മാത്രം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നമുക്ക് എൻ്റെ ആൻസർ ഒന്നുകൂടെ നോക്കാം. देखिए, അബ് കോൺസാ കാലാംശ, ഇപ്പോൾ ഏത് പീരീഡാണ്? അബ് ഹിന്ദി ഹൈ, ഇപ്പോൾ ഹിന്ദിയാണ്. കൽ ഹമാരെ അധ്യാപകനെ ഹിന്ദി പാഠം മാതൃഭൂമി സിഖായാത. ഇന്നലെ ഞങ്ങളുടെ അധ്യാപകൻ ഹിന്ദി പാഠമായ മാതൃഭൂമി പഠിപ്പിച്ചായിരുന്നു. വാ കൈസാദ, അതെങ്ങനെയുണ്ടായിരുന്നു? വ ഹമാരെ ദേശിക്ക് സുന്ദരതാക്കെ ബാരേമേ വർണ്ണിത് ഏക്ക് ദിൽചസ്പ് കവിതാദേ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കവിതയായിരുന്നു. ഇസ് കവിതാക്കെ രചനാകാർ കോൺ ഥേ, ഈ കവിതയുടെ രചനാകാർ ആരായിരുന്നു? വിഖ്യാത ഹിന്ദി കവി ശ്രീ മൈഥിലി ശരൺ ഗുപ്ത, പ്രസിദ്ധ ഹിന്ദി കവിയായ ശ്രീ മൈഥിലി ശരൺ ഗുപ്ത ആയിരുന്നു. ടീക്ക് ഹേ, ധന്യവാദ്, ശരി, നന്ദി. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇംഗ്ലീഷിനെ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ മലയാളം എടുത്തിട്ട് തന്നെ ഹിന്ദിയാക്കി. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ടഫായിട്ടുള്ള വാക്കിൻ്റെ ഹിന്ദി വാക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നേരത്തെ 6 മാർക്കിന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓപ്ഷനായിട്ട് വന്നിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ ഓപ്ഷനൊന്നുമില്ല, നിങ്ങൾക്ക് 2 മോഡലും, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഈ 2 മോഡലും ചോദിക്കുന്നുണ്ട്. കോൺവെർസേഷൻ തന്നിട്ട് ഹിന്ദിയാക്കാനും പാരഗ്രാഫ് വന്നിട്ട് ഹിന്ദിയാക്കാനും ചോദിക്കും. 2നും 8 മാർക്ക് വെച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് എഴുതാൻ പറ്റും. 8 16 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. ഈ 3 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതുക. എഴുതേണ്ട രീതി ഇങ്ങനെയാണ്. നിങ്ങൾ നോട്ട് ബുക്ക് എടുത്തിട്ട് അംഗ്രേസി സംവാദ് കാ ഹിന്ദി മേ അനുവാദ് കരേ എന്ന ഹെഡിങ് കൊടുത്തിട്ട് 1 നമ്പർ ഇടുക. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലെ ഡയറക്റ്റ് അങ്ങോട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതുക. അതിനുശേഷം നിങ്ങൾ സ്വയം, നമ്മൾ പഠിപ്പിച്ചതൊക്കെയാണ് ഓക്കെ, നിങ്ങൾ സ്വയം അതിൻ്റെ ഹിന്ദി ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ക്ലാസ് നോക്കി അത് കറക്റ്റ് ചെയ്യുക. അതുപോലെ 2ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക, അതും സ്വയം ഹിന്ദിയാക്കുക. അതിനുശേഷം ക്ലാസ് നോക്കി കറക്റ്റ് ചെയ്യുക. അങ്ങനെ 3 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. കൂടാതെ ഞാൻ 2 ഹോംവർക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. देखिए, അംഗ്രേസി സംവാദ് കാ ഹിന്ദി മേ അനുവാദ് കരേം എന്നാണ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് കോൺവെർസേഷനെ ഹിന്ദിയിലേക്ക് മാറ്റുക. ദിയ പറയുന്നു, ഹൈ റീന, ഹൗ ആർ യു? അർത്ഥം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. റീന, ഐ ആം ഫൈൻ. ഹൗ വാസ് യുവർ എക്സാമിനേഷൻ? ദിയ, ഇറ്റ് വാസ് വെരി ഈസി. റീന, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ദിയ, ഐ വുഡ് ലൈക്ക് टू स्टडी हिंदी जर्नलिज्म. रीना, ओके, वेरी गुड. इसमें ഈസി का अर्थ है आसान, प्लान का अर्थ है योजना, जर्नलिज्म का अर्थ है पत्रकारिता. അപ്പം നമുക്ക് അറിയാൻ വയ്യാത്ത വാക്കുകൾ അർത്ഥം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കോൺവെർസേഷനെ നിങ്ങൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക, എന്നിട്ട് ഹിന്ദിയാക്കുക. ഒരു ഹോംവർക്ക് കൂടിയുണ്ട്.
Vishal, do you have the habit of reading? Rubak, yes, I do have. Vishal, where from you get books for reading? Rubak, I get books from my school library. Vishal, what types of books you read? Rubak, mostly I read short stories. പിന്നെ ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഹിന്ദി ലഘുകഥ എന്നാണ്, ലൈബ്രറി പുസ്തകാലയമാണ്. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളത് വായിച്ച് നിങ്ങൾ മലയാളം എടുത്തിട്ട് അതിനെ നിങ്ങളുടെ ആ രീതിയിൽ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 ഹോംവർക്കും നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. അപ്പോൾ തന്നിരിക്കുന്ന 3 മോഡലും എഴുതുക. എഴുതേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ 2 ഹോംവർക്കായിട്ടുള്ള ക്വസ്റ്റ്യനും എഴുതി അതിൻ്റെ ആൻസറും എഴുതുക. ഇങ്ങനെ ഈ 5 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ, 5 ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് 8 മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ പാരഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനുമുണ്ട്. അതിൻ്റെ ക്ലാസ് ഞാൻ നേരത്തെ എടുത്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനിവിടെ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ +1-യോ +2-ൻ്റെയോ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് ട്രാൻസ്ലേഷൻ എന്ന ഒരു ക്ലാസ് കിടപ്പുണ്ട്. ആ ക്ലാസ് നിങ്ങൾക്ക് കാണാം. അതുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ എങ്ങനെ ഹിന്ദിയാക്കുന്നു, പാരഗ്രാഫ് എങ്ങനെ ഹിന്ദിയാക്കാൻ സാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. 8-8 16 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അഗली कक्षा में हम फिर मिलेंगे. धन्यवाद.